നമസ്കാരം. കേരളത്തിലുള്ള സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ വഴിയുള്ള കോളുകളിലധികവും ബംഗ്ലാദേശിലേക്കും പാകിസ്ഥാനിലേക്കുമാണ് എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. ജനം TV ആണ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് പങ്കുവച്ചിരിക്കുന്നത്. 14 പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 20 സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കേസുകളിലെ അന്വേഷണം കേന്ദ്ര സർക്കാർ ഇതിനു മുൻപ് തന്നെ NIA-ക്ക് കൈമാറിയിരുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിടുന്നതോടുകൂടി ഒരു സമഗ്രമായ അന്വേഷണം NIA ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യും. സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ വഴിയുള്ള ഫോൺ കോളുകൾ കൂടുതലായും നടന്നിട്ടുള്ളത് ചാരപ്രവർത്തനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഭീകരവാദ പ്രവർത്തനത്തിന് വേണ്ടിയോ ആണ് എന്ന് IB ഉൾപ്പെടെ ഇന്റലിജൻസ് ബ്യൂറോ ഉൾപ്പെടെ നേരത്തെ കണ്ടെത്തിയിരുന്നു. എന്തായാലും ഇതിനൊക്കെ പിന്നിലുള്ളത് ഇതര സംസ്ഥാന തൊഴിലാളികൾ തന്നെയാണ്. നമുക്കറിയാം, ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ കൃത്യമായ ഒരു നിരീക്ഷണം കേന്ദ്ര ഏജൻസികൾ നടപ്പിലാക്കുന്നുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ചില ഇടങ്ങളിലൊക്കെ റെയ്ഡുകൾ നടന്നിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പോലും നമ്മുടെ മുന്നിലേക്ക് എത്തിയതാണ്. എന്തായാലും പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISIK പ്രവർത്തിക്കുന്നവർ കേരളത്തിലെ IS സ്ലീപ്പർ സെല്ലുകളിലും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് NIA സമഗ്രമായ അന്വേഷണത്തിന് വേണ്ടി ഒരുങ്ങുന്നത്. ഇവിടെയുള്ള അസംഖ്യം അതിഥി തൊഴിലാളികളുണ്ട്. അവരെല്ലാവരും തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നവരാണ് എന്നല്ല, മറിച്ച് അതിലൊരു ചെറിയ വിഭാഗമെങ്കിലും ചില പ്രത്യേകമായ താല്പര്യങ്ങൾ മുൻനിർത്തി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളവരാണ്. ഇവരുടെയൊക്കെ കൃത്യമായ ഒരു തിരിച്ചറിയൽ രേഖ പോലും ഉണ്ടോ എന്ന കാര്യം സംശയകരവുമാണ്. ഇതുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകളും വാർത്തകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുമുണ്ട് ഇതിനു മുൻപ്. എന്തായാലും നിലവിൽ ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളിലൂടെ നടക്കുന്ന കോളുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉറവിടം, അതെങ്ങോട്ടേക്ക് പോകുന്നു, അവിടെ എന്താണ് ആശയവിനിമയം ചെയ്യപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും NIA അന്വേഷിക്കാൻ പോവുകയാണ്. അതിൻ്റെ ചില സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കേരളത്തിലെ പല സംഘടനകളും, പ്രത്യേകിച്ചും തീവ്ര നിലപാട് പിന്തുടർന്നു പോരുന്ന പല സംഘടനകളും ഇതിനോടകം തന്നെ കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ് എന്നുകൂടി ഈ റിപ്പോർട്ട് പറയുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.